നമസ്കാരം. ഈ നിവിൻ പോളിയുടെ കേസിൽ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ് പറയാൻ വേണ്ടിയാണ്. നിവിൻ പോളിയുടെ കേസിൽ എൻ്റെ കുറച്ച് വ്യക്തിപരമായ കുറച്ച് അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് അതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ചാൽ ദുബായ് പോലുള്ള രാജ്യം, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവളുടെ നിയമങ്ങളെല്ലാം നല്ലോണം അറിയാവുന്ന പെൺകുട്ടി, 3 ദിവസം മയക്കുമരുന്ന് കൊടുത്ത്, ആഹാരമൊന്നും കൊടുക്കാതെ മയക്കുമരുന്ന് കൊടുത്ത് മാത്രം പീഡിപ്പിച്ച ഒരു പെൺകുട്ടി, ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ 3 ദിവസം മയക്കുമരുന്ന് കൊടുത്ത് അത്രയും ഉപദ്രവിച്ചിട്ട് ഈ പെൺകുട്ടി അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ ചികിത്സ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ പെൺകുട്ടി നാട്ടിൽ വരുന്നത്. പിന്നെ ദുബായ് പോലുള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവരെ എത്ര വലിയ ആളാന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അവന്മാർ പിടിച്ച് പണി കൊടുക്കും. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഒന്നും പറഞ്ഞില്ല. പിന്നെ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, സിനിമയിൽ 3 ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു, എന്നെ വിദേശത്ത് കൊടുക്കുന്നു, എന്നാൽ അവർക്കത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞാൻ എന്തോ ചെയ്യും? പൈസ തിരിച്ചു വയ്ക്കും. എന്നാൽ എൻ്റെ അടുത്ത് പറയാണ്, പൈസ തിരിച്ചു വയ്ക്കണം, നിന്നെ ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്താം. 3 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താണോ പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നത്? അതോ പ്രൊഡ്യൂസറുടെ നിന്ന് കാശ് നമ്മൾ മേടിക്കുകയെന്ന് ചെയ്യുന്നത്? അതിനകത്ത് ഒരു സംതിങ് റോങ് ആണ്. കാരണം 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവർക്കെന്തോ എന്ത് റോള് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എനിക്ക് അതൊരു കൺഫ്യൂഷൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് അവൾ ആദ്യം പരാതി കൊടുത്തതെന്ന് വെച്ചാൽ, അവളെന്ന് വിളിക്കുന്നത് പരാതി കൊടുക്കുന്നത് വെച്ചാൽ ശാരീരികവും മാനസികമായും പീഡിപ്പിച്ചു എന്നുള്ള കാര്യം. പീഡനമല്ല, ശാരീരികവും മാനസികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ ഹേമ കമ്മിറ്റിയും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇവർക്ക് പീഡനം എന്ന് പറയുന്ന സാധനം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് വെച്ചിരുന്നത്. പിന്നെ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ, നിവിൻ പോളി 5ാം പ്രതിയാണ്. എന്നാൽ ഈ പ്രതികളുടെ ആരും പേരുകളും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ ഇവരെ ആരും ഒന്നും മുന്നോട്ടുണ്ട് ചർച്ച ചെയ്യുക, ഇവരെ പുറകിൽ ക്യാമറ പോവുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഉള്ളി നിവിൻ പോളി മാത്രം ഫോക്കസ് ചെയ്താണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നെങ്കിൽ ഇതിന് വ്യക്തമായ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഈവൻ ഓക്കെ, ഇതൊന്നും അല്ല, ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊന്നും വാക്ചാതുര്യമൊന്നുമില്ല പറയുന്നതൊക്കെ ഓക്കെ സത്യമാണെങ്കിൽ നിവിൻ പോളിക്ക് മാക്സിമം ശിക്ഷ കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എൻ്റെ ഒരു ഫൈൻഡിങ്സിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഉടായ്പ മണക്കുന്നുണ്ട്. ഉടായ്പ നല്ലപോലെ മണക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. പിന്നെ ഇവരുടെ വീട്ടിൽ ഇവരെ വീട്ടിൽ CCTV കൊണ്ടുവച്ചു. ഇവനെന്തോ CCTV ഇൻസ്റ്റാൾ ചെയ്ത് നടക്കുന്ന ആളാണ്. CCTV വെച്ചു. ഈ CCTV ഒക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആരും അറിയില്ലേ? CCTV വെച്ചു, പാമ്പിനെ കൊണ്ട് കടുപ്പിക്കും. എന്തുവാണ് ഇത്? എന്തായാലും കഥ കൊള്ളാം. എന്തായാലും ഒരു കഥ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം. പക്ഷെ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളി എന്തായാലും പീഡനം ഇങ്ങനൊരു ആരോപണം വന്ന് പെട്ടെന്നൊന്ന് പത്രസമ്മേളനം നടത്തി കോൺഫിഡൻസോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്നി പുള്ളിക്ക് ഒരു പുല്ലും ഇല്ലാത്ത, അല്ലെങ്കിൽ പുള്ളി തെളിവെല്ലാം നശിപ്പിച്ച് കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ ഈ പെൺകുട്ടിയുടെ വാക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു തെളിവ് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻറ്റുകളിലൂടെ നമുക്ക് സംസാരിക്കാം.